മോർണിംഗ് അല്ല 11 മണിയുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ 10 മണി. അപ്പോൾ ഇതെനിക്ക് ക്ലാസ് ഉണ്ട്, പക്ഷെ ഞാൻ ക്ലാസ്സിന് പോയില്ല. കാരണം ഞാൻ വിചാരിച്ചു 2 ദിവസമായിട്ട് ഞാൻ കുറച്ച് ഓട്ടത്തിലായിരുന്നു ഡാൻസിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചു. അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് കിടന്നപ്പിണ്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഡാൻസ് എടുത്ത റെൻ്റ് എടുത്ത ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ഇന്ന് കൊടുക്കണം, അല്ലെങ്കിൽ റെൻ്റ് കൂടും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിനെ പറ്റി ആലോചിച്ചത്. അപ്പോൾ പിന്നെ എന്തായാലും എണീക്കാം, ക്ലാസ്സിൽ പോകുന്നൊന്നും വേണ്ട, ഇത് കൊടുക്കാൻ വേണ്ടി തൃശ്ശൂർക്ക് പോകാൻ വെച്ചു. അങ്ങനെ എണീറ്റു. 10 മണിക്ക് ഞാൻ എണീറ്റു. ഞാൻ അതേ ബ്രഷൊക്കെ ചെയ്ത് മോഞ്ചൊക്കെ കഴുകി സ്കിൻ കെയർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഈ സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല. അതാ അപ്പോൾ പിന്നെ സ്കിൻ കെയർ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എല്ലാം പെട്ടെന്നാവും. 2 മണിക്ക് നമുക്ക് പോകണം. എൻ്റെ ഫ്രണ്ട് വരും. അപ്പോൾ അവൻ്റെ കൂടെ 2 മണിക്ക് നമുക്ക് ഇത് കൊണ്ടുവിട്ടാൽ അപ്പം നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഓക്കെ, എല്ലാ ദിവസങ്ങളൊന്നുമല്ല, ഇന്ന് മാത്രമേ ഇങ്ങനെയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം. അപ്പം നമുക്ക് രാവിലെ തന്നെ ബദാം കഴിക്കാം. എന്നും കഴിക്കട്ടെ ബദാം, ഒരു 5 വെച്ച്. ഗുഡ് ഫോർ ഹെൽത്ത് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ബദാം കഴിക്കാം. വെള്ളത്തിലിട്ട് വെച്ചതാട്ടാം. നമ്മൾ തൊലി കളയും, നടുത്തിയുണ്ട്. ഇതൊക്കെ ശരിക്കും രാവിലെ എനിക്ക് ചെയ്യേണ്ടതാണ്. സ്കിൻ കെയർ ആയാലും ഈ ബദാം കഴിക്കലായാലും, എന്നാലും ബോഡിക്കൊരു നല്ലൊരു എഫക്റ്റ് കിട്ടും. എന്താ ചെയ്യാം മടിയായിപ്പോയി. മടിയല്ല, എന്താ പറയുക, മടിയല്ല, നമുക്കിങ്ങനെ രാവിലെ എണീക്കാൻ മറക്കാം. എന്നുവെച്ചാൽ രാവിലെ എണീക്കാൻ മറക്കും. നേരത്തെ എണീക്കണം, നല്ല കുട്ടിയായിട്ട് ഒക്കെ മറക്കും. പിന്നെ കണ്ണോർക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പം പിന്നെ എന്താ ചെയ്യും? അപ്പം അതെൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. ഗോട്ട് ഇറ്റ്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. 2 പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ മധുരമില്ലാത്തൊരു കട്ടൻ ചായ ഉണ്ട്. ഞാൻ കുറേ നാളായിട്ട് മധുരമില്ലാത്ത കട്ടൻ ചായ ആയിട്ട് കൂടെയുണ്ട്, പക്ഷെ ബാക്കിയൊക്കെ മധുരമായിട്ട്. പൊതുവേ എനിക്ക് തലേ ദിവസത്തെ ഫുഡിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ എനിക്ക് ഉത്തരവില്ല, സോറി. മടിച്ചിരുന്നോ എന്താണ് വിളിച്ചു. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് കാണാം. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. എന്നിട്ട് അലക്കാനുള്ള ഡ്രസ്സുകൾ നനച്ച് വെച്ചു. ഇനി നമുക്ക് റൂം വൃത്തിയാക്കാം. എൻ്റെ റൂമിൻ്റെ പോലെ ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിച്ചിരുന്നില്ല കേട്ടോ, ഇച്ചിരി ഭാഗം കണ്ടാൽ മതി, അത്രയ്ക്കലം പോലെ. നമുക്കപ്പോൾ വൃത്തിയാക്കാം. എൻ്റെ ചേട്ടൻ മേടിച്ചെന്താട്ടാ, എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയപ്പോൾ ചേട്ടൻ ചോദിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വലിയ ടെഡി ബിയർ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഓക്കെ. അപ്പം ഞാൻ കുറച്ചൊക്കെ രീതിയിൽ ചെറുതായിട്ട് ഞാൻ റൂം വൃത്തിയാക്കി ജസ്റ്റ് ഒതുക്കിയുള്ളൂ. കാരണം നമുക്ക് സമയമില്ല. നമുക്ക് വേഗം അലക്കിയിട്ട് ഒരു ബക്കറ്റ് അലക്കാണ്ട്, അപ്പോൾ അത് അലക്കിയിട്ട് വേഗം കുളിച്ചിട്ട് പോകണം. ഇപ്പം ഞാൻ അലക്കാൻ പോവാണ്. അലക്കിയിട്ട് കുളിച്ചിട്ട് എപ്പനെ വരാം. ഓക്കെ, ബൈ. അങ്ങനെ തന്നെ അലക്കും കഴിഞ്ഞു, കുളി കഴിഞ്ഞു. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഒരു ബാഗി ബ്ലൂ ജീൻസ്. ഇതാരാന്ന് എനിക്കറിയില്ല, അറിയണവര് പറയാം. അറിയണോ? ഓക്കെ. അപ്പോൾ ആക്ച്വലി ഞാൻ ബാത്റൂമിലത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലും വെളുപ്പുണ്ട്. റൈറ്റ്. അയ്യ, അപ്പോൾ നമുക്ക് റെഡി ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡി ആവാം. ഫസ്റ്റ് ഞാൻ എടുക്കേണ്ടത് റോസ് വാട്ടർ ആണ്. ഇത് റോസ്മെരി വാട്ടറിൻ്റെ ബോട്ടിലാണ്. ഇതിലത്തെ റോസ്മെരി വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബോട്ടിൽ ഫ്രീ ആയല്ലോ. അപ്പം ഞാൻ ഇതിലേക്ക് റോസ് വാട്ടർ ഒഴിച്ചതാണ്.
ചിലപ്പോൾ എനിക്ക് തെറ്റി പോകാറുണ്ട്. അപ്പൊ ഇത് അടിക്കാം. നീ ലിപ്സ്റ്റിക് ഉണ്ടാളത്തിൽ ലിപ്സ്റ്റിക് നമുക്ക് ഇറങ്ങാൻ സമയത്തിടും. വേറെ നമുക്ക് ചെയ്യാനില്ല. നമുക്ക് മൂടി കേട്ടാ. അപ്പോൾ ഈ അമ്മ എന്നെ വരെ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ലെറ്റ്സ് ടേക്ക് റീൽസ്. നമ്മളെ പിക്ക് ചെയ്യാൻ ആളെത്തി ഗായ്സ്. ഹായ്. അങ്ങനെ വന്ന് പിക്ക് ചെയ്യാൻ ഇപ്പം നമ്മൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ആദ്യം കോളേജിൽ പോയിട്ട് ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞേക്ക് പോവാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ കോളേജ് എത്തി. നമുക്കിനി അവറ്റങ്ങളെ വിളിച്ചിട്ട് ഡ്രസ്സ് കൊണ്ടുവന്നേരാൻ പറയാം. ഓക്കെ. അത് നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ച് നമ്മൾ ഡ്രസ്സ് കൊണ്ടെടുക്കാൻ പോവാം. നേരത്തെ കാണിച്ചാണ് പറഞ്ഞത്. നമുക്കപ്പോൾ അങ്ങോട്ട് ചെപ്പ് കയറിയിട്ട് വേണം പോവാം. അതിന് നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടെടുത്തു. ഇനി നമ്മൾക്ക് എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണ്ട, എന്തെങ്കിലും തിന്നാൻ പോവാം. നമുക്കിനി എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കാൻ പോവാം. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ വേഫർ ഹൗസിൽ കയറിയേക്കാണ് ഇച്ചിരി ഡെസേർട്ട് അടിക്കാൻ. മെനു നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തെന്നറിയോ? പറയുന്നത് വാട്ടർ മെലൻ്റെ മുഴുത്ത. രണ്ടാമത്തത് ഇത് ന്യൂട്ടല്ല കുനാഫ. ഞാൻ ആദ്യമായിട്ട് കുനാഫ കഴിക്കാൻ പോകുന്നു. നമുക്കിവിടെ വാട്ടർ മെലൻ്റെ മൊജിറ്റോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂട്ടല്ല കുനാഫ വരുമ്പോൾ അത് മനസ്സിലാവും. ഗായ്സ്, അങ്ങനെ നമ്മുടെ സാധനം എത്തി. ദിസ് ഈസ് ന്യൂട്ടല്ല കുനാഫ, ദിസ് ഈസ് വാട്ടർ മെലൻ മൊജിറ്റോ. നമ്മുടെ സാധനം എത്തി. പിന്നെ സൂപ്പർ. എനിക്ക് മത്ത് പിടിച്ചില്ല. ആകെ തിന്നുള്ളൂ, അല്ലെങ്കിൽ മത്ത് പിടിച്ചു. അതും എനിക്ക് തിന്നാൻ പറ്റത്തില്ല. സാധനം മേടിച്ചില്ല. സാരമില്ല. ആദ്യം കൊണ്ട് നമ്മളിങ്ങനെ കുറേ നാളിങ്ങനെ വേസ്റ്റ് ചെയ്ത് സാധനം മേടിച്ചതാണ്. ടേസ്റ്റ് ചെയ്തല്ലോ ഇത്. ഞാൻ തിന്നു. അതിൻ്റെ ലാസ്റ്റ് ദിവസം ഞാൻ തിന്നു. നമ്മൾ വീട്ടിലെത്തി. ടാറ്റാ ബൈ. അതിന് നമ്മൾ വീട്ടിലെത്തി. ഉള്ളിൽ അച്ഛനുണ്ട്. നമുക്ക് അച്ഛനെ കാണാം. ഡാഡി, അമ്മാമ്മ വിളിച്ചിരുന്നു. എന്താ വരാത്തന്നെ വിളിച്ചിരുന്നു? ഹായ് ഹായ് പറയ്. ഹായ്. ഓക്കെ. അപ്പം നമുക്കിനി കുളിച്ചിട്ട് രാത്രി പൂരത്തിന് പോവാം.
അപ്പൊ ഞാൻ ഇതാണ് ഇപ്പൊ രാത്രി പോലത്തെ ഇടാൻ പോണ ഔട്ട്ഫിറ്റ്. ഞാൻ ചുരിദാറൊക്കെ സുന്ദരമായിട്ട് പോകാന്ന് വെച്ചാൽ പക്ഷെ നമുക്ക് സമയമില്ല, പെട്ടെന്ന് റെഡിയാവണം. അപ്പൊ ഞാൻ ഇതും ഇതിനകത്തിട്ട ജീൻസിനായിട്ടുള്ളത്. അപ്പൊ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമുക്ക് പെട്ടെന്ന് റെഡിയാവും. അത് നമുക്ക് പെട്ടെന്ന് മുടി ഇത്ര ഒരുങ്ങുള്ളൂ. ഇനി ബാക്കി അവിടെ പോയിട്ട് ഒരുങ്ങാം. ആ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി അടുത്ത ശേഷം കാണാം. ലെറ്റ്സ് ഗോ. നടക്ക്. ആ അങ്ങോട്ട് ഹായ് പറഞ്ഞേ. ആരുമല്ല, യൂട്യൂബിലാ. ഇതാ ഫുഡിൻ്റെ സെക്ഷനൊക്കെ ഒരുക്കിയിട്ടാ കണ്ട. ഇതേ ഫുഡുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ആകെ അറിയേണ്ടത് പായസം ഏതാണെന്നാണ്. ഇവിടെ ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇവിടെ പൊട്ടിച്ചിരുന്നെങ്കിൽ ഏതാ പായസം എന്നറിയായിരുന്നു. പായസം ഏതാ നോക്ക്. ഗോതമ്പ്. ഓ ഇതാണ് നമ്മുടെ രാത്രിപുരം ഇറങ്ങാനുള്ള സ്ഥലം. ഇത്രയുള്ള ഒരുക്കം അല്ലേ? ഹായ് ഹായ് ഹായ്. ഇപ്പൊ നമ്മള് റീലെടുക്കാൻ പോവാ. 2 പിള്ളേരെ കിട്ടിയിട്ട് റീലെടുക്കാൻ പോവാ. ഹായ് പറയും. ഹായ് ഹായ്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സദ്യയുടെ സംഭവം വല്ലാണ്ട് എടുക്കാൻ പറ്റിയില്ല. ഐ മീൻ റോബർട്ട്. നമ്മളെങ്ങനെ ആൾക്കാരുള്ളപ്പോൾ തീനാണെന്നൊക്കെ വീഡിയോ എടുക്കുക. എനിക്കെന്തോ പോലെ ഞാൻ എടുത്തില്ല. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, മസാല കറി ഉണ്ടായിരുന്നു, ഇഞ്ചപ്പുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു. പായസത്തിലാണ് എൻ്റെ എല്ലാം പോയത്. പാലട അല്ല. ഓക്കെ കുഴപ്പമില്ല. പാലട എനിക്കിഷ്ടം. പാലട ഇല്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ഗോതമ്പാന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പരിപ്പ് എനിക്കിഷ്ടമില്ലാത്തൊരു പായസമാണ് പരിപ്പ്. അതാണ് പായസം. അതോടുകൂടി എൻ്റെ എല്ലാ സദ്യയുടെ ഒരു മൂടേ കളഞ്ഞു. പക്ഷേ മസാല കറിയൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. സദ്യ കഴിച്ചു. 2 വട്ടം ചോറ് എടുത്തു. സദ്യ ഇഷ്ടായ? സൂപ്പർ സൂപ്പർ. അങ്ങനെ തന്നെ കുളിക്കാൻ പോയി. അതെനിക്ക് ബാക്കിയുള്ളവർക്ക് നമ്മളെ ഫുഡ് വിളമ്പി കൊടുത്തു. ഇപ്പോൾ ജസ്റ്റ് കൊട്ട് സ്റ്റാർട്ട് ചെയ്തു. കേട്ടില്ലേ? ഇപ്പോഴത്തെ ജസ്റ്റ് കൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള പരിപാടികൾ എപ്പോഴാണ് കണ്ടറിയാം. ഇപ്പോൾ 11:51. ഇനി 1 മണിക്ക് ആന വരും.
ബാക്കി പരിപാടികളൊക്കെ എന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും നാളെ ക്ലാസ്സിൽ പോകണം. അച്ഛനും നാളെ പണിയുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. ഇവിടെ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും വീട്ടിൽ പോയി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. നമുക്കപ്പോൾ വീട്ടിൽ പോകാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് ഡ്രസ്സ് മാറണം, ഒന്ന് മോക്ക് കഴിയുന്ന ഇതാണ്, എന്നിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇതൊന്നും ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചതല്ല, എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ ഒരു പൂവത്തിൻ്റെ സാധനം ഒഴിച്ച് ബാക്കിയെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ഇട്ട് വരാം. ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.